ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം കൂടി. കോൺഗ്രസ് ഇപ്പോൾ കർണാടകത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമായിട്ടോ BJPയുടെ മാത്രം പ്രശ്നമായിട്ടോ CPMന്റെ പ്രശ്നമായിട്ടോ അല്ല ഞാൻ പറഞ്ഞു. ഐ എം ടോക്കിംഗ് അബൌട്ട് പോപ്പുലിസം. എന്താണ് പോപ്പുലിസം? സർക്കാർ ആളുകൾക്ക് പണങ്ങളും ആനുകൂല്യങ്ങളും സബ്സിഡികളും എല്ലാം കൊടുക്കുകയാണ്. ആളുകൾ ഹാപ്പിയാണ്, അവർ വോട്ട് ചെയ്യും. ഇപ്പോൾ കർണാടകത്തിലെ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ കൂറ്റൻ മുദ്രാവാക്യങ്ങളെ പ്രതിരോധിക്കാൻ, വാഗ്ദാനങ്ങളെ പ്രതിരോധിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാജയ കാരണം. എന്തൊക്കെയായിരുന്നു വാഗ്ദാനം? കർണാടകത്തിലെ എല്ലാ സ്ത്രീകൾക്കും, ഒരു കുടുംബത്തിന്റെ ഹെഡായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും 2000 രൂപ മാസം. എല്ലാ ബിരുദധാരികൾക്കും മാസം 3000 രൂപ തൊഴിലില്ലായ്മ വേതനം. എല്ലാ ഡിപ്ലോമ ഹോൾഡേഴ്സിനും മാസം 1500 രൂപ തൊഴിലില്ലായ്മ വേതനം. എന്താണ് ഈ ഡിപ്ലോമ ഹോൾഡേഴ്സിന് ബിരുദധാരികളുടെ പകുതി കൊടുക്കുന്നത് എനിക്കറിയില്ല. ഞാൻ രണ്ടിടത്തും പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് സംശയം. പോട്ടെ. എല്ലാ വീടുകളിലും 10 കിലോ അരി ഒരു മാസം സൗജന്യം. എല്ലാ വീടുകളിലും 200 വാട്ടിന്റെ കറണ്ട് സൗജന്യം യൂണിറ്റ്. ഇനിയുണ്ട് കുറെ. ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടാണ് വോട്ടേഴ്സിന് മുന്നിൽ വെച്ചിട്ടാണ്. വോട്ടേഴ്സ് വോട്ട് ചെയ്യുമോ ഇല്ലേ? നിങ്ങൾ ആലോചിക്കുന്നത് നല്ല പരിപാടിയല്ലേ? അടുത്ത വരുമ്പോൾ ഈ 200 രൂപ 200 യൂണിറ്റ് എന്നുള്ള 300 യൂണിറ്റ് ആക്കും അടുത്ത മന്ത്രി. നിങ്ങൾ ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതേപോലെ വീശി എറിഞ്ഞാണ് അവിടെ ഗോത്തബായ രാജപക്സ അധികാരത്തിലെത്തിയത്. പുള്ളി 15 ടാക്സുകൾ തന്നെ കുറച്ചു. 15 ടാക്സുകൾ. അവിടെ GST 15% നിന്ന് 8% ഉണ്ട്. പിന്നെ 15 കോടി അടയ്ക്കണം, പിന്നെ 8 കോടി അടച്ചാൽ മതി. പിന്നെ ഇഷ്ടംപോലെ സബ്സിഡികളും എല്ലാം ഇങ്ങനെ കൊടുത്തു. ആളുകൾ ഭയങ്കര ഭൂരിപക്ഷത്തിൽ അച്ഛനെ വിജയിപ്പിച്ചു. 2 വർഷം ആകുന്നതിന് മുമ്പ് അണ്ണൻ നാട് വിട്ട് ഓടേണ്ടി വന്നു. അയാളുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. കാരണം എന്താ? എക്കണോമിക് ദുരന്തം. ഇതൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വരാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വരുന്നവർ പലപ്പോഴും ആ രാജ്യത്തിന്റെ, ആ സമൂഹത്തിന്റെ പൊതുവായ നന്മ മനസ്സിലില്ലാത്തവരാണ് എന്ന് കണ്ടോളാം. നമ്മൾ കരുതുന്ന ഇങ്ങനെയൊക്കെ വാരി വീശുന്നവർ ഭയങ്കര കരുണാനിധികളും ജയലളിതകളും ഒക്കെ ആണെന്ന്. അല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നിങ്ങൾക്ക് തരുമ്പോഴാണ് ഞാൻ കരുണാനിധിയാവുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നിങ്ങൾക്ക് തരുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്തനാണെങ്കിൽ തരിക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചത് വേറെ പരിപാടിയാണ്. ഇതാണ് പോപ്പുലിസം എന്ന് പറയുന്ന സംഗതി. പോപ്പുലിസം ആളുകൾക്ക് ഇഷ്ടമാണ്. ടാക്സേ കൊടുക്കണ്ട, ഇഷ്ടമാണ്. പെറ്റിയില്ല, ഇഷ്ടമാണ്. ക്യാമറ ഇല്ല, ഇഷ്ടമോ ഇഷ്ടം, പെരുത്തിഷ്ടം. വി ലവ് ഇറ്റ്. ഓക്കെ. പക്ഷെ എന്ത് വേണം? അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം ചെയ്യണം. പോരട്ടെ പോരട്ടെ പോരട്ടെ. വൺ വേ ട്രാഫിക് ആണ്. വി ഓൾ ഡ്രീം ഓ വിഷ്വലൈസ് എ മെസ്സയ ഗവൺമെന്റ്. ഒരു മെസ്സിഹ ഗവൺമെന്റാണ്, എല്ലാം തരുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിങ്ങനെ തരൂ, കൈ നീട്ടുന്നു, കൈ കൂപ്പുന്നു, കൈ കൂപ്പുന്നു, കൈ നീട്ടുന്നു. ഇത് ആർക്കെതിരെ നമ്മൾ ചെയ്യുന്നത്? ദിസ് ഇസ് വാട്ട് യു ഡു ടു ഗോഡ്, ദ ക്രീച്ചർ ഗോഡ്. ഗോഡിനോട് ചെയ്യുന്നല്ലേ ഇത്? ഇങ്ങോട്ട് തന്നാട്ടെ, ഇങ്ങോട്ട് തന്നാട്ടെ. ഇത് പഴയ രാജാവ് ചക്രവർത്തിയൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ തരണേ തരണേ തരണേ, ഈ ഇങ്ങോട്ട് തുണിയിലോട്ടിട്ടേ. ഒരു ആധുനിക റിപ്പബ്ലിക്കിലെ പൗരന്മാർ ഇങ്ങനെയുള്ള ഒരു മനോഭാവം കൊണ്ട് നടക്കരുത്. നിങ്ങളൊരു ഇമ്മൻസ് പൊട്ടൻഷ്യലാണ്. അണു എനർജി എന്നൊക്കെ പറയാം. ഒരു അണുവിൽ എന്തുമാത്രം എനർജി ഉണ്ട്, നിങ്ങളിൽ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു വ്യക്തിക്ക് വികസിക്കാൻ അനുവദിക്കാതെ, താല്പര്യമില്ലാതെ കൈ നീട്ടിയും തൊഴുതും വാങ്ങിച്ചൊരു ജീവിതം അടിമ ജീവിതമാണ്. സ്വാതന്ത്ര്യം എന്നുള്ളത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്നാ ചോദിക്കും, ഒരുപാട് അവസരമൊക്കെ ഇല്ലേ, രോഗികളില്ലേ? അതൊരു ചെറിയൊരു ന്യൂനപക്ഷം വരുന്നു. അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അതിനൊന്നും ആരും എതിരല്ല. ഒരു പൊതുസമൂഹത്തിന് മുഴുവൻ ദീനം വരുന്നത് ശരിയാണോ? കൈനീട്ടിയാണോ ജീവിക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് കൈനീട്ടി ജീവിക്കുന്നതിന് ഒരു പ്രത്യേക മാന്യത കൊടുത്തിരുന്നു. പഴയ സന്യാസിമാർ എന്താ ചെയ്തിരുന്നത്? ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവർ തന്നെ അനുവദിക്കാൻ പാടില്ല. അല്ല പിന്നെ അവന് വേറെ എന്തെങ്കിലും കുഴപ്പം വേണം. ആ ഒരു മാന്യത തെറ്റാണ്. നിങ്ങൾക്കറിയാലോ, നീ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരെല്ലാം തന്നെ ചെയ്യുന്നറിയാം. അവരെന്തെങ്കിലും കൈയും കാലൊക്കെ ഒടിച്ച് കണ്ണൊക്കെ, എന്തിനാ? നിങ്ങളിൽ സഹതാപം ഉണ്ടാക്കാനാണ്. ഞാൻ പറയുന്നു, ഈക്വാലിറ്റി എന്ന് പറയുന്നത് സിമ്പതി ഡിസ്പ്ലേ അല്ല, അത് നീതിബോധത്തിൽ അധിഷ്ഠിതമാണ്. അത് ഇൻക്ലൂസീവാണ്, എല്ലാവർക്കും ഒരേപോലെ കിട്ടേണ്ടതാണ്. അപ്പം ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ എന്താണ്? ഐ ആം റിസറക്ഷൻ, ഐ ആം ദ ലൈഫ്, ഹി ഹു ബിലീവ്സ് ഇൻ മീ ഓൾദോ ഹി ബി ഡെഡ് ഷാൽ ലിവ്. ഇതാണ് ഓരോരുത്തർ പറയുന്നത്.
സർക്കാർ എന്താണ് ഈ സർക്കാർ? വി ആർ ഗവൺമെന്റ്. ഒന്ന്, നമ്മുടെ പൈസ നമ്മൾ, എന്നിട്ട് നമ്മൾ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക. എന്തുകൊണ്ട് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരാളുകൾ കൂടി ചെയ്യുന്ന കാര്യം, നമ്മളെന്ന് പറയുന്നതും അതേപോലെ തുല്യമായ അവസ്ഥയിലുള്ളവരാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത്, one of the great mistake is to judge policies and programs by intentions rather than their results. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിസിയുടെ ലക്ഷ്യം എന്താണ്, താല്പര്യം എന്താണ് എന്ന് വെച്ച് അതിനെ ജഡ്ജ് ചെയ്യുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരാള് റോഡിൽ പരിക്കേറ്റ് കിടക്കണം, ഒരു ഓർത്തോപെഡിക് കേസാണ്. നിങ്ങൾ ഉടനെ ഓടിയെടുത്ത് വാരിയെടുത്ത് നിങ്ങളുടെ വണ്ടിക്കകത്ത്, ഓട്ടോയ്ക്കകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിനകത്തോ എടുത്ത് കൊണ്ടുവന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു. ഒരു പക്ഷേ അയാൾക്കുണ്ടായതിനേക്കാൾ കൂടുതൽ മുറിവുകളും ഒടിവുകളും ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ എടുത്തത് ശരിയായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം വളരെ ശരിയാണ്, ലക്ഷ്യം വളരെ ശരിയാണ്, അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത്? നേരെ വിപരീതം. മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്ന ഒരു വാചകം, ഏതൊരു പോളിസി ആയാലും അതിന്റെ ലക്ഷ്യത്തെക്കാൾ ഉപരിയായിട്ട് അതിന്റെ റിസൾട്ട് നോക്കണം എന്നാണ്. പബ്ലിക് പോളിസീസ് എല്ലാം ഇങ്ങനെയാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ഇന്റൻഷൻ, ഞങ്ങളുടെ നല്ല ലക്ഷ്യം ഇതാണ്, സമൃദ്ധിയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് ആർക്കും പറയാം. ഫലമാണ് പ്രധാനം. ഫലത്തെ നമ്പാം, ലക്ഷ്യത്തെ നമ്പാൻ പറ്റില്ല. അവന്റെ മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ല. അവൻ ചിലപ്പോൾ അഴിമതിക്കായിരിക്കും അത് കൊണ്ടുവരുന്നത്. അവൻ പൈസ അടിച്ചു മാറ്റാനായിരിക്കും കൊണ്ടുവരുന്നത്. അവൻ പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാം ഞാനങ്ങ് ഉദ്ധരിക്കാനാണെന്നായിരിക്കും പറയുന്നത്. ലക്ഷ്യം കൊള്ളാം, ലക്ഷ്യം വായിച്ച് കളിക്കരുത്, റിസൾട്ട് നോക്കണം. ഫ്രീഡ്മാന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്. പൈസ ചെലവഴിക്കുന്നു. ഇഫ് യു സ്പെൻഡ് യുവർ ഓൺ മണി ഓൺ യുവർ സെൽഫ്, നിങ്ങളുടെ പൈസ നിങ്ങളുടെ മേലിൽ ചെലവഴിക്കുകയാണെങ്കിൽ, യു കെയർ ഹൗ മച്ച് യു സ്പെൻഡ് ആൻഡ് ഹൗ വെൽ ഇറ്റ് ഈസ് സ്പെൻഡ്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ചെലവഴിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഇനി നിങ്ങളുടെ പൈസ നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണെന്നിരിക്കും, എത്ര ചെലവഴിക്കുന്നു എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കും. എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അത്ര ശ്രദ്ധിക്കില്ല. നല്ലൊരു ഉടുപ്പ് തന്നെ വാങ്ങിച്ചു കൊടുക്കണം, ചിലപ്പോൾ നിങ്ങൾ എന്തായാലും പൈസ ഞാൻ കൊടുത്തേക്കും, ആ കൊടുത്ത പൈസ വെച്ച് അവരെന്ത് ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ എത്ര എന്നുള്ള ഒരു കണക്കാണ്. 2000 മതി. ഇനി ഇഫ് യു സ്പെൻഡ് സമ്മൺ എൽസസ് മണി ഓൺ യുവർ സെൽഫ്, മറ്റുള്ളവരുടെ പൈസ നിങ്ങളുടെ മേൽ ചെലവഴിക്കുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുക ഒരാൾ പറയണത് 10,000 രൂപ തന്നിരിക്കുക. അപ്പൊ എന്താണ് നിങ്ങൾ നോക്കുന്നത്? 10,000 രൂപയാണ് തന്നിരിക്കുന്നത്. 10,000 ഉണ്ടെങ്കിൽ ക്ലിപ്തമാണ്. മറിച്ച് മറ്റുള്ളവർ പൈസ എടുത്ത് നിങ്ങളുടെ കാര്യം നടത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര ചെലവഴിക്കുന്നു നിങ്ങൾ നോക്കില്ല. നല്ലവൻ്റെയും പൈസയാണ്, പക്ഷേ അത് എങ്ങനെ ചെലവഴിക്കുന്നു, ഏത് നല്ല സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കും. ക്വാളിറ്റി കുറയ്ക്കത്തൊന്നുമില്ല, ഉപകരാറ് കൊടുക്കത്തൊന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് നല്ലുള്ള സാധനം തന്നെ വാങ്ങിക്കും. ഇനി നാലാമത്താണ്, നിങ്ങൾ മറ്റുള്ളവരുടെ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെന്നിരിക്കട്ടെ, എത്ര ചെലവഴിക്കുന്നത് നിങ്ങൾ നോക്കത്തില്ല, എങ്ങനെ ചെലവഴിക്കുന്നത് നിങ്ങൾ നോക്കത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ കാര്യമില്ല. വല്ലവൻ്റെയും പൈസ വല്ലവനും വേണ്ടി ചെലവഴിക്കുന്നു. ഞാനെന്ത്, എനിക്ക് വല്ലതും കിട്ടുമെന്നല്ല ഞാൻ നോക്കുള്ളൂ. എനിക്കതുകൊണ്ട് എന്താ ഗുണം? വല്ലവൻ്റെയും പൈസ കിട്ടുന്നത് വല്ലവനും, പിന്നെ ഞാനാരാ? ഇതെങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടാകാം, കുറവായിരിക്കും, വളരെ വളരെ കുറവായിരിക്കും. കാര്യം മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള സൈക്കോളജി എല്ലായിടത്തും ഒരേപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നോക്കുക, ഇഫ് യു സ്പെൻഡ് യുവർ ഓൺ മണി ഓൺ യുവർ സെൽഫ്, യു കെയർ ഹൗ മച്ച് യു സ്പെൻഡ് ആൻഡ് ഹൗ വെൽ യു സ്പെൻഡ്. ഇഫ് യു സ്പെൻഡ് യുവർ ഓൺ മണി ഓൺ someone else, you care how much you spend, but you don't care how well you spend it spent. If you spend someone else's money on yourself, you don't care how much you spend, but you do care how well it is spent. And finally, if you spend someone else's money on someone else, you don't care how much you spend, and you don't care how well it is spent. That is government. വല്ലവൻ്റെയും പൈസ എടുത്ത് വല്ലവനും വേണ്ടി ചെലവഴിക്കുമ്പോൾ എത്ര ചെലവഴിച്ചതെന്നോ എങ്ങനെ ചെലവഴിച്ചതെന്നോ നിങ്ങൾ നോക്കുന്നില്ല. അതാണ് സർക്കാർ എന്നാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. അതാണ് സർക്കാരിൽ കാണുന്ന, അതാണ് someone else's money, someone else's. അല്ലെന്നുണ്ടെങ്കിൽ ആ ചെലവഴിക്കുന്നവൻ എക്സ്ട്രീംലി ഗുഡ് ആയിരിക്കണം, അത്ര ഇന്റഗ്രിറ്റി ഉള്ളവനായിരിക്കണം, അത്ര ഓണസ്റ്റി ഉള്ളവനായിരിക്കണം, അത്ര സർവീസ് മൈൻഡഡ് ആയിരിക്കണം. ഡു യു ഫൈൻഡ് സച്ച് പീപ്പിൾ ഇൻ പൊളിറ്റിക്സ്? ഓണസ്റ്റ്ലി